ഹലോ ഗായ്സ്, അപ്പോൾ ഇനി മുതൽ വീഡിയോ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെ ചെയ്യാനാണ്, കുഞ്ഞാണെങ്കിൽ ഉറങ്ങുമ്പോൾ ഒരു സമയവും പിന്നെ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയായിരിക്കും എനിക്ക്. കുഞ്ഞാണെങ്കിൽ ഇപ്പോൾ രാത്രിയിൽ 12 മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഉറങ്ങുന്നത്. രാവിലെയൊക്കെ കുഞ്ഞ് നല്ലതായിട്ട് ഉറങ്ങുമേ. പിന്നെ രാത്രി ഉറങ്ങാൻ ലേറ്റാവും. പിന്നെ എനിക്ക് രാവിലെ എണീക്കണമെങ്കിൽ വേണമെങ്കിൽ എണീക്കാം, പക്ഷേ എനിക്കാണെങ്കിൽ മടിയായ പിന്നെ എണീറ്റ് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാനും അങ്ങനെ പല മടിയായിപ്പോയി. എനിക്ക് എന്തായാലും ഇനി മുതൽ വീഡിയോ ഇടണം എന്ന് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ ഇടാൻ ലാഗായിട്ടുണ്ട്, എന്നാലും ഇനി വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ ഇതേ ഫോണിലെ വീഡിയോ ഒക്കെ കുറച്ച് ഡിലീറ്റ് ആക്കി കളയാം, കുറച്ച് സ്പേസിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഡിലീറ്റ് ആക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. ഈ വീഡിയോ 2025 വീഡിയോ ആണ്. 25 നമ്മൾ ന്യൂ ഇയറിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. അപ്പം രാവിലെ നമ്മൾ ഏത്തക്കയും കൊണ്ട് ഒരു അട പോലെ ഉണ്ടാക്കി. പിന്നെ കുഞ്ഞിൻ്റെയും ഞങ്ങളുടെയും കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകിയിട്ടിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പം കപ്പ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് കപ്പയൊക്കെ വാങ്ങിച്ച് കഴുകി സെറ്റാക്കി കുക്കറിലിട്ട് കപ്പ വേവിച്ച്. പിന്നെ നമ്മൾ എല്ല് വാങ്ങിച്ചായിരുന്നു. എല്ലിന് വേണ്ടി കറി വെക്കാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ അരിഞ്ഞു. പിന്നെ അതൊന്ന് ചതയ്ക്കും എന്ന് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലോട്ട് കിട്ടാൻ വേണ്ടി അതൊന്ന് ചതച്ച് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വേണ്ട കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ വേണ്ടി ഡോല് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് പിന്നെ സവോളയും ഒന്ന് അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ കുഞ്ഞ് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകണമല്ലോ, അപ്പം പിന്നെ ബാക്കി ചെയ്തോളൂ. അപ്പം നമ്മൾ ചെയ്ത് കൊടുത്തേക്കാം. അങ്ങനെ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ എളുപ്പമാണല്ലോ, ചെയ്യാൻ എളുപ്പമാണല്ലോ വിചാരിച്ച് ഞാനത് അരിഞ്ഞു കൊടുത്തു. പിന്നെ ഉള്ളത് നമ്മൾ കപ്പ റെഡി ആയതിന് ശേഷമാണ് നമ്മൾ എല്ല് വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. അപ്പം കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട് കടുകും നമ്മുടെ കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് വാട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ സവോളയും ഇഞ്ചി വെളുത്തുള്ളിയിൽ അരിഞ്ഞതും ചതച്ചതും എല്ലാം കൂടി ഇട്ട് അതൊന്ന് ഇച്ചിരി ഉപ്പ് ഇട്ട് നമ്മൾ മൂപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടിയും നന്നായിട്ട് വാടണമല്ലോ, ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ എല്ല് വെച്ചത് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഞാനല്ല എടുത്തത്, കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഞാൻ റൂമിലോട്ട് പോയായിരുന്നു. അപ്പോൾ തന്നെ ഡോല് തന്നെ വെക്കുവാണ്. അപ്പോൾ ക്യാമറയും ഡോല് തന്നെയാണ് എടുത്തിട്ടോ. അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെന്താ, അത് വാടി കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വെച്ച പിന്നെ അതിലേക്ക് മറ്റേ ഗരം മസാല അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുമല്ലോ, മറ്റേ കൂട്ട് കിട്ടുമല്ലോ പാക്കറ്റിൽ, അത് പൊടിച്ചതും. പിന്നെ വേണ്ട പക്ഷേ കപ്പ വെന്തു. പിന്നെ അതിലോട്ട് നമ്മുടെ എല്ലും വേവിച്ചു കേട്ടോ. ഒരു 5 വിസിലടിച്ച് എല്ലും വേവിച്ചു. എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടി മിക്സ് ചെയ്ത് ഇളക്കിയ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി. എന്നിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് ആണ് ഞങ്ങൾ പാലാത്രയിൽ പോവുക. ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. ട്രാഫിക് എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പോലും സ്ഥലമില്ല, അതുപോലെ ആളായിരുന്നു. കഴിഞ്ഞ വർഷം കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾ പോയായിരുന്നു. ഈ കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ വീഡിയോ, പക്ഷേ ആയെന്നല്ല, അതിന് മുമ്പത്തെ വർഷം, അതായത് 24 സാന്റേനെ കത്തിക്കാൻ ഞങ്ങൾ കോട്ടയത്ത് പോയായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഒന്നും കാണാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പം ഈ വർഷം കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് പക്ഷേ കുഞ്ഞ് ഞങ്ങളുമായിട്ട് സഹകരിച്ചു കേട്ടോ. കയ്യിലായതുകൊണ്ട് കുഞ്ഞ് നന്നായിട്ട് ഉറങ്ങി. സാധനം കത്തിക്കുന്ന ആ സമയം 6 ആയപ്പോൾ ഒന്ന് എണ്ണീറ്റു, ഒന്ന് കരയാൻ വേണ്ടി ഒന്ന് നോക്കി, പക്ഷേ കരഞ്ഞൊന്നുമില്ല കേട്ടോ. കുഞ്ഞ് പാവം, അവൾ സാന്റേനെ കത്തിക്കാൻ വേണ്ടി അവളുടെ ഹാപ്പി ന്യൂ ഇയർ, ആദ്യത്തെ ന്യൂ ഇയർ ആയിരുന്നു കുഞ്ഞിൻ്റേത്. അത് ഞങ്ങൾ പാലാത്രയിൽ അടിച്ചു പൊളിച്ചു, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഞങ്ങളുടെ ന്യൂ ഇയറിൻ്റെ 2025 അവസാനത്തെ ദിവസത്തിലെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ.